നല്ല ചുവന്ന സാധനം, നല്ല റെഡ്, നല്ല രസം. തുമ്പൊക്കെ വെട്ടി നല്ല നല്ല തക്കുട് കൊണ്ടാണ് ഇങ്ങനെ തുറപ്പിച്ച് നിൽക്കും. ഓയ്യോ, അത് കാണുമ്പോൾ തന്നെ എനിക്ക് മൂടാവും. ബിജിയുടെ കുണ്ടി കീറി. നിന്റെ അമ്മ കീർത്തേ. നാളെ കഥ ബാക്കി. എന്നിട്ട് സോമൻ പോയോ? ടു മീ സോമൻ വൈ ഐ ഡോണ്ട് നോ. ഡോ മലയാളത്തിൽ പറ. എനിക്ക് സോമനും പറയില്ല. ഏത് സോമൻ? വാട്ട് ടു മീ സോമൻ? വാട്ട് ടു മീ? എന്താണ് സോമൻ എന്ന് പറഞ്ഞാൽ? ഏതോ സോമനെയാണ് കുറിച്ച് പറയണേ. ഏത് നാളെ എടി നിന്റെ മുല കാണിക്കും. ഇല്ല ഏട്ടാ, കാണിക്കില്ല. ദുബായിൽ വന്ന കാണാം. എന്നെ മറന്നോ? ഞാൻ ആരാ? ദുബായ്ക്കാർക്ക് മാത്രമേ കാണാൻ പറ്റൂ, നാട്ടിലുള്ളവർക്ക് കാണാൻ പറ്റില്ല. നിന്റെ അമ്മയെ കളിക്കാൻ തരുമോ? വീട്ടിൽ നിന്റെ തള്ളയല്ലേ, കുളിച്ചെടുത്ത് പണിന് പോയിട്ട് ഇറങ്ങി പോട. ചേച്ചിയുടെ വാട്സപ്പ് മെസ്സേജ് നോക്കുമോ? ബിജി ചിങ്കരടി റിസർവ് ആയോ? ബിജി ചങ്കരടി റിസർവ് ആയോ? എന്താ സാത്താൻ ചേട്ടാ, നിങ്ങൾക്കൊക്കെ സുഖല്ലേ? സാത്താൻ ചേട്ടാ, എന്തൊക്കെയാ വിശേഷങ്ങള്? സുഖങ്ങളൊക്കെ തന്നെ? നിനക്ക് വെള്ളം പോയോന്നാ? അതാ സോമൻ. അങ്ങനെയൊക്കെ ഉണ്ട്. ഇല്ല, അതങ്ങനെ പോകില്ല. ഭയങ്കര ടൈമിംഗ് ആണോ. അതിന് എൻ്റെ ബോയ് ഫ്രണ്ട് വേണം. എനിക്ക് ബോയ് ഫ്രണ്ട് ഉള്ളില്ല. നിങ്ങളായിരിക്കും എൻ്റെ ബോയ് ഫ്രണ്ട് ആവുന്നു. അത് കളയണമെങ്കിൽ എൻ്റെ ബോയ് ഫ്രണ്ട് വിചാരിക്കും. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു തെണ്ടി ഇല്ല. മുത്തു, ഓ മൈ ഗോഡ്, നീ നിന്റെ ഭാര്യയുടെ അടിച്ചു പോയിക്കല്ലേ? പോടാ തെണ്ടി, നീ അവിടെ മിണ്ടണ്ട. എന്റെ കല്യാണം കഴിക്കാന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ തന്ന നീ നിന്റെ ഭാര്യയുടെ കൂടെ പോയില്ലേടാ? മുത്തു ചാല് കാണിച്ചു മുല കാണിക്കുമോ? ഇപ്പോൾ എവിടെയാണ് താന്ന് നിൽക്കേ? വായുടെ സൈഡ് കീറിയത് എങ്ങനെയാ? എടാ അത് കീറിയതല്ലടാ, അത് ഇന്നലെ നല്ല അടിപൊളിയായിട്ട് പഞ്ചാബി അല്ലായിരുന്നോ? ഞാൻ പിന്നെ നീ എന്നെ തേച്ചു മുത്തു, നീ എന്നെ തേച്ചു. നീ ഇപ്പൊ വൈഫായിട്ട് എൻജോയ് ചെയ്യില്ല നാട്ടില്, നീ എൻജോയ് ചെയ്യും. മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നോടാ മുത്തോ. ബിജി ചേച്ചി ഊയില് പിന്നല്ല. ഇവന്മാരൊക്കെ എന്ത് തപ്പി തരുമോ? നിന്റെ അവിഞ്ഞം കൊണ്ടാ ഞാൻ ചപ്പാറില്ല. നല്ല ഫ്രഷ് കിട്ടിയാ ഒരു പെണ്ണുങ്ങൾ വീട്ടിൽ കേട്ടത് ഉണ്ടോ? ഓക്കെ. അല്ലാണ്ട് നിന്റെ അമ്മയുടെ കേട്ടത് കൊടുത്തിട്ട് ഞാൻ ചപ്പാൻ, ഞാൻ നിന്റെ ഭാര്യയല്ല. ഇറങ്ങിപ്പോടാ കായോടി. കളി തരുമോ? കുഞ്ഞിരുന്ന് ഉണ്ട മൂഞ്ച്. ബിജി രാവണൻ എനിക്ക് മെസ്സേജ് അയച്ച് ചെന്ന് പെടല്ലേ. ബിജി ചേച്ചി, ഞാൻ ബോയ് ഫ്രണ്ട് ആവാം. എൻ്റെ ബോയ് ഫ്രണ്ട് ആയാൽ എനിക്കെല്ലാം ചെയ്തു തരണം. എനിക്കെല്ലാം ചെയ്തു തരുന്നു എന്നെ തൃപ്തിപ്പെടുത്തുന്ന ബോയ് ഫ്രണ്ട് ആയിരിക്കണം എനിക്ക്. കല്യാണം കഴിഞ്ഞ് ഞാൻ റെഡിയല്ല. എനിക്ക് കല്യാണമൊന്നും വേണ്ട. എനിക്ക് 3 മക്കളുള്ളയാ. കല്യാണം നഹികെ. എനിക്ക് ബോയ് ഫ്രണ്ട് ലീവ് ടുഗദർ ആയിട്ട് ജീവിക്കണം. നിങ്ങൾ അവിടെ ഞാൻ ഇവിടെ. നാട്ടിൽ വരുമ്പോൾ നമ്മൾ വല്ലപ്പോഴും കൂടുക, ലിവ് ടുഗദർ ആയിട്ട്. പക്ഷെ എന്നെ നന്നായിട്ട് തൃപ്തിപ്പെടുത്തുന്ന ആളായിരിക്കും. പറ്റുമോ? വെറുതെ അടിച്ചിട്ട് കാര്യമില്ല. മെസ്സേജ് നോക്ക് വാട്സപ്പിലോ. വാട്സപ്പ് അവിടെ ഉണ്ട്. ഫോൺ എനിക്ക് എടുക്കാൻ വയ്ക്കാം, പിന്നെ നോക്കാം. ഞാൻ ചെയ്യാലോ? എന്തൊക്കെ ചെയ്തു തരും പറ അങ്ങോട്ട്. എന്നിട്ട് നോക്കട്ടെ എന്തൊക്കെ ചെയ്തു തരും പറ. ഞാൻ ഓക്കെയാണ്. ആണോ? എന്നാ പറ അങ്ങോട്ട്. എന്തൊക്കെ ചെയ്തതെന്ന് പറയണം, എന്നാലും ഞാൻ നോക്കൂ. നോക്കിയിട്ട് വേണം എനിക്ക്. നീ ഇപ്പം പറഞ്ഞാൽ ഞാൻ നിന്നെ ഇപ്പം ഫോളോ ചെയ്യും. നിന്നെ മാത്രം. നീ ഇപ്പം പറയണം. ആശുപ ചേച്ചി അരനായിട്ടുള്ളൂ. ആരെണ്ണ കാണിക്കാൻ പറ്റും? ബിജുക്കുട്ടി, ആശുപേച്ചി 100% ഞാൻ റെഡി. പക്ഷെ പറ അങ്ങോട്ട് എന്തൊക്കെ ചെയ്തിരുന്നു പറ. ഇപ്പം ഫോളോ ബാക്ക് ചെയ്യും. എൻ്റെ അടി കൊണ്ടാൽ നിന്റെ മുടി വരെ പോകും. ആണോ? എനിക്ക് അടിയോട് താല്പര്യമില്ല. എനിക്ക് വേറെ താല്പര്യം. എനിക്ക് എന്ന് കളിക്കുമ്പോൾ ഇപ്പോൾ കുറച്ചൊരു 12 കളി കഴിഞ്ഞു. പഞ്ചാബി എവിടെ വന്ന് കയറ്റിയത്? ഡാൻസ് കളിക്കാമോ? അവൻ പോയാ അവനെ ഫോളോ ചെയ്ത്. അവനിപ്പോൾ യോഗ ഇല്ല. മെസ്സേജ് അയക്കി, ഞാൻ പറയാം. വത്സൻ അടിച്ചു തരാം. അയച്ചി, അത് വേണ്ട. ഞാൻ 100% പെരുന്നാളിന് കണ്ടു എന്നെയോ.
എന്നെ പെരുന്നാളിന് കണ്ടു എന്റെ ദൈവം കൊച്ചർക്കം വിചാരിക്കണ്ടാവും ഈ ചേച്ചി നാട്ടിൽ വന്നപ്പോൾ നല്ല ഡീസന്റ്, തിരിച്ച് ദുബായിക്ക് പോയപ്പോ ചേച്ചി പക്ക ഫ്രോഡാണെന്ന് അങ്ങനെ തോന്നുന്നോ? ഞാനും ഇന്ന് നിക്കണം ചേച്ചി കൂടണം ചേച്ചി ഇന്ന് വിളിക്കുമ്പോ ആ ഇരിക്കുന്ന മനസ്സിൽ ഞാൻ കുടിക്കും, കുണ്ടി നക്കി തരാം. അയ്യേ എനിക്കത് ഇഷ്ടമല്ല. ദുബായിൽ എവിടെ? ഞാനിവിടെ ദുബായില് ഞാൻ ആയാൽ മതിയോ? എനിക്ക് ഇയാളെ ഒന്ന് കാണണമെന്നുണ്ട്. അതിനെന്താ, കാണാലോ. ഒന്നും എണീച്ചു നിൽക്കുവോ? വിജി നോക്കിയിട്ട് ഉപേക്ഷിച്ചാൽ പറ്റൂലെങ്കിൽ എഴുന്നേറ്റു. എപ്പടി സൂപ്പർ അല്ലേ വിജേച്ചി? നല്ല കുണ്ടി, അത്യാവശ്യം നല്ല കുണ്ടി, നല്ല ഭംഗിയില്ലേ? നേരിട്ട് കാണാൻ ഭംഗിയൊന്നുമില്ലേ? ടിക്ടോക്ക് ലൈവില് കാണാനാ നല്ല, നേരിട്ട് കാണാൻ തീരെ ഭംഗിയില്ല. നേരിട്ട് കണ്ടാടല്ല നിങ്ങൾ ഓടിപ്പോവും, കാണാൻ ഒരു ഭംഗിയില്ല. ഡീ വിത്തു വിജി, നീ എന്ത് പറഞ്ഞാലും ഞാൻ അത് ആണോ? ഇല്ല, ഞാൻ അടിച്ചടിച്ചടിച്ച് എന്റെ മുട്ടയിലിരിക്കും. ഇഷ്ടാണോ? നിന്നെ ഞാൻ ചെങ്ങലക്കിട്ട് ഇങ്ങനെ കെട്ടും, ഇങ്ങനെ അടിച്ചു ചെയ്യടാ 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 എന്ന് പറഞ്ഞു. ഈ സുധിത്താമ്പിയൊക്കെ ലെസ്ബിയൻ ചെയ്ത് കണ്ടിട്ടില്ലേ? അങ്ങനെ സൂപ്പർ സൂപ്പർ സൂപ്പർ. ചരക്ക് അല്ലേ മുത്തേ, പറയില്ലേ മോളെ? ഓ ഞാൻ പടക മാണം പുളിപ്പാണോ മധുരമാണോ അത് ഞാൻ എങ്ങനെ അറിയാനാ? ഞാൻ അതിന്റെ ടേസ്റ്റ് നോക്കിയിട്ടില്ല. ഇഷ്ടമാ? അയ്യോ, സൈസ് എത്രയായിരിക്കും? ഞാൻ മതിയോ? സോനു ചേച്ചി ഞാൻ ഫ്രണ്ട് ആയാൽ മതിയോ? തന്റെ മുലയൊന്നു കാണിക്കുമോ? പടക കടന്നു. നീ ആര്? ഡീ കുടാലപ്പാടാണോ? ഇടോ ആടോ? ഡീന എന്നെയാണോ ഡീന്ന് വിളിച്ചേടോ? എന്നെ മേഡന്ന് വിളിക്കടോ. എനിക്ക് ഇവിടെ എന്ത് ജോലിന്ന് അറിയോ? ഡീന്നൊന്നും വിളിക്കാറായിട്ടില്ല. ഇന്നും ഞാൻ നിന്നേക്കാളും കുറച്ച് മുൻപന്തിയിലാ. ഈ എന്നെയാണോ ഈ സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന ഈ എന്നെയാണോ നീ ഡീന്ന് വിളിച്ചേ? ഡോണ്ടോ മാം, മേഡം അല്ലെങ്കിൽ വിജി, ഡി എന്ന് വിളിക്കരുത്. ഓക്കെ, നാട്ടുകാരനാലും ശരി നാട്ടുകാരിയാലും ശരി. ബിജി അല്ലെങ്കിൽ ബിജിമോൾ അല്ലെങ്കിൽ ബിജിക്കുട്ടി അല്ലെങ്കിൽ മാഡം അല്ലെങ്കിൽ മാം എന്ന് വിളിക്കുക. എല്ലാം അങ്ങനെയാണ് ആളുകൾ വിളിക്കുന്നത്. എന്റെ ജോലി എന്താണെന്ന് ഇവിടെ ഒട്ടുമിക്ക ജനങ്ങൾക്ക് പറയാം. ഞാനിവിടെ ഒരു ബിസിനസ് നടത്തുന്ന ലേഡിയാണ്. ഓക്കെ, നീ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഞാൻ ബാക്ക് കമ്പനിയോടെയാണ് അറിയപ്പെടുന്നതെങ്കിലും എനിക്ക് നല്ല അന്തസ്സായിട്ടൊരു ജോലിയുണ്ട്. ഓക്കെ കേട്ടോ, സ്പായ ആണെങ്കിലും കുഴപ്പമില്ല, സ്പായും ബാറുമാണ് എനിക്കിവിടെ. ഓക്കെ കേട്ടോ, ഞാൻ പൂർവ്വം കൊടുത്ത് ജീവിക്കുന്നില്ല ദുബായിൽ. വിജിക്കിട്ട് ഇഷ്ടം പോലെ വിജിയുടെ പിന്നാലെ ഒരുപാട് ആണുങ്ങളും ഉണ്ട്, കൊടുത്തിട്ടുമില്ല. അങ്ങനെ കൊടുത്ത് ജീവിച്ച ശീലം എനിക്ക് ഉണ്ടായിട്ടുമില്ല. ഓക്കെ, കൊടുക്കലാണോ ജോലി? നിന്റെ അമ്മയ്ക്കല്ലേ. എന്തായാലും ഞാൻ പൂർവ്വം കൊടുത്തിട്ടല്ല ജീവിക്കുന്നത്. ഓക്കെ, മോളെ എന്നൊക്കെ വിളിച്ചോട്ടാ. ഇടി പോടി എന്നെ വിളിക്കാൻ പാടില്ല. നിങ്ങൾക്ക് അതിന് വിളിക്കാനുള്ള അവകാശം നിങ്ങൾക്ക് ഇല്ല. നിങ്ങളൊന്നും എൻ്റെ അടുത്ത് ഒന്നുമല്ല. ഓക്കെ.